ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്ന് ചോറും കറിയൊക്കെ വെച്ചു, മത്തിക്കറിയൊക്കെ വെച്ചു. പിന്നെ ഞാൻ ഓൺ ലീവിലാണ്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നതോടുകൂടി ഒന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ ഗൈസ്, ഞാൻ ആദ്യമായിട്ട് ചാനലൊന്നും നടത്തുന്ന ആളല്ല. എനിക്കൊരു ചാനലുണ്ട്, ഇല്ല ഞാൻ ജയിക്കും എന്നുള്ള ചാനൽ തന്നെയാണത്. അതിൽ 2000-ത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഞാൻ അതിൽ തൽക്കാലം വീഡിയോസ് ഇപ്പം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. 3 months ആയിട്ടുണ്ട്. ഞാനൊരു വിദേശയാത്രയൊക്കെ നടത്തിയതിന് ശേഷം പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ വീഡിയോ ഇടണം. ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിലാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം ചോറൊന്നും കഴിക്കത്തില്ല ഗൈസ്. ഇതാ ഇന്നത്തെ ആഹാരം കണ്ടോ, കപ്പക്കിഴങ്ങ്, മത്തി, കൊച്ചുമത്തി. പിന്നെ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഒന്ന് പോകണം. അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. നമ്മുടെ അവിടെയൊക്കെ പേറ്റൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിച്ച കോളേജുകളിലെല്ലാം ഒന്ന് ഓടി വരണം, അധ്യാപകരെയൊക്കെ കാണണം എന്നൊക്കെ ഭയങ്കര ബിസി. ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നതുകൊണ്ടാണ്. രാവിലെ ഒരു കാറ് വിളിച്ചു കഴിഞ്ഞാൽ ഓടിയങ്ങ് പോയി എല്ലായിടത്തും എല്ലാവരെയും ഒന്ന് കണ്ടിട്ടൊക്കെ വരാം ഗൈസ്. കണ്ടോ മത്തിമീനെ കണ്ടോ? ഈ മത്തിയുടെ ടേസ്റ്റ് ഒന്നിനും കിട്ടത്തില്ല ഗൈസ്. ഇവിടെ ഇന്ന് നല്ലൊരു മഴക്കോളുണ്ട്, അതുകൊണ്ട് ഇരുണ്ടടഞ്ഞ് കിടക്കുന്നു ഗൈസ്. കണ്ടോ? ഈ വീട് വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഒരു 16 ആൾക്കാർ ഇവിടെ വന്നായിരുന്നു. പക്ഷേ വീടെല്ലാം ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്ന അഡ്ജസ്റ്റൻ്റായിട്ട് വീടുകൾ ഇരിക്കുന്നുണ്ട്. അതിന് 4 വശത്തെ വീടുകളാണ്. ഒരു പക്ഷേ അവർക്ക് പ്രൈവസി കിട്ടത്തില്ലെന്ന് വിചാരിച്ചിട്ടാവാം. അപ്പം നിങ്ങളെന്ന് പ്രാർത്ഥിക്കണം ഈ വീടൊന്നിട്ട് വിറ്റ് മാറാൻ. കുറച്ച് അത്യാവശ്യമുണ്ട്, കാശിന് കുറച്ച് അത്യാവശ്യമുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് വിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഞാൻ കപ്പക്കിഴങ്ങ് ഈ കറിയിൽ അങ്ങോട്ട് മുക്കിയിട്ടൊരു കഴിപ്പ് കഴിക്കുന്നത് ഭയങ്കര അസാധ്യ ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ എല്ലാവരെയും വീണ്ടും കാണാം. ഇത് മുള്ളിങ്ങനെ ചവച്ചം കഴിക്കാം, ഭയങ്കര ടേസ്റ്റാണ്. തേങ്ങ അരച്ച് വച്ച കറിയാണ്, അത് എരിയൊന്നുമില്ലാതെ. അപ്പോൾ ഈ കപ്പക്കിഴങ്ങ് ഉണ്ടല്ലോ, നിങ്ങൾ സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് ഫിഷ് ഇതൊക്കെ വെച്ച് കഴിച്ചു നോക്കണം ഗൈസ്. ഓക്കെ ബൈ.